അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ ആത്മകഥ വിശ്വാസപൂർവം കഴിഞ്ഞ 12-ാം തീയതി പ്രകാശിതമായി. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയുക്ത MP ആയ ശശി തരൂരിന് കൈമാറിയിട്ടാണ് വിശ്വാസപൂർവം പ്രകാശിതമായത്. വിശ്വാസപൂർവം പുറത്തിറങ്ങിയതോടെ പുതിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ആ പരിപാടിയിൽ പ്രത്യേകം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് അതിന് വിശദീകരണം നിങ്ങൾക്ക് തേടാം. ഇതിലെ വിഷയങ്ങൾ തർക്കവിതർക്കങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്ന് പ്രത്യേകം ഉസ്താദ് ആ പരിപാടിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം. പറഞ്ഞ് എഴുതിയ വസ്തുക്കളിൽ വല്ല വിശദീകരണവും ആവശ്യമാകുമ്പോൾ അതൊന്നും തർക്കവിതർക്കങ്ങൾക്ക് വിഷയീഭവിക്കാത്ത വിധത്തിൽ ആവശ്യമുള്ളത് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് മാത്രം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ ചില മാധ്യമങ്ങൾ ആ പുസ്തകം ഒരു വിവാദ വിഷയമാക്കിയ സാഹചര്യത്തിൽ ആ പുസ്തകത്തിനെക്കുറിച്ച് അതിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രത്യേകിച്ച് മുൻ CBI ജഡ്ജി കമാൽ പാഷയൊക്കെ ഉസ്താദിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല ചില വ്യക്തികളെക്കുറിച്ചൊക്കെ ആ പുസ്തകത്തിൽ പരാമർശിച്ചത് കൊണ്ടല്ലേ ഇത്തരത്തിൽ വിവാദമുണ്ടാക്കുന്നത് എന്നൊക്കെ ചില ആളുകൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും. അത്തരം ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണമെന്ന് അറിയിക്കുന്നു. കമാൽ പാഷ പറയുന്നത്, ഈ പുസ്തകം വായിച്ചതോടുകൂടി AP ഉസ്താദിൻ്റെ സ്റ്റാൻഡേർഡ് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമായിരിക്കുന്നു, എന്തൊക്കെ വൃത്തികേടുകളാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത് എന്നൊക്കെയാണ്. ആദ്യം കമാൽ പാഷ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പം ഞാനത് വായിച്ചു നോക്കി. എനിക്ക് വലിയ അതിശയം തോന്നിയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് അതേ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പം സർവീസ് സ്റ്റോറി എഴുതുന്നതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ലീഗൽ സ്റ്റെപ്പോ അങ്ങനെ? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഈ വൃത്തികെട്ട കാര്യത്തിനൊക്കെ മറുപടി പറയാൻ പോലും ഞാൻ തയ്യാറല്ല. കമാൽ പാഷയോട് ഒരു കാര്യം പറയട്ടെ. ഉസ്താദിൻ്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു സാഹചര്യമായിരുന്നു ചേകന്നൂർ കേസുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ. ഉസ്താദിനെ ആ കേസിൽ പ്രതിയാക്കിയതോടുകൂടി ആ കേസിൽ ഉസ്താദിന് പങ്കുണ്ട് എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒരിക്കലും ഉസ്താദിനെ സ്നേഹിക്കുന്ന, ഉസ്താദിനെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾക്ക് പോലും ആ കേസിൽ ഉസ്താദിൻ്റെ പങ്കിനെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. ഇത് പുറത്തുള്ള ആളുകൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഉസ്താദിന് ആ കേസുമായി ബന്ധമുണ്ട് എന്ന്. അപ്പോൾ ആ കേസിൽ തനിക്ക് പങ്കുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടത് ഉസ്താദ് തന്നെയാണ്. മാത്രമല്ല ഉസ്താദിനെ സ്നേഹിക്കുന്ന ഉസ്താദിൻ്റെ അനുയായികളുടെ ആവശ്യമാണ് ആ കേസിൽ ഉസ്താദിൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി വ്യക്തമാക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അത് ഈ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടല്ലോ. ഈ ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റേണ്ടതൊക്കെ ഉസ്താദിൻ്റെയും ഉസ്താദിനെ സ്നേഹിക്കുന്ന ആളുകളുടെയും കടമയല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസപൂർവ്വത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ച് വസ്തുതാപരമായി പറഞ്ഞത്. നിരപരാധിയായ ഒരാൾ ഏതെങ്കിലും കേസിൽ യാദൃശ്ചികമായി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം കോടതിയെയും ഈ സമൂഹത്തെയും ബോധ്യപ്പെടുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ മാത്രം ആവശ്യമാണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ആളുകളുടെ ആവശ്യമാണ്. അദ്ദേഹം എത്രത്തോളം അതിന് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രേ ഉസ്താദും ചെയ്തിട്ടുള്ളൂ. പിന്നെ എങ്ങനെ ആ കേസിൽ ഉസ്താദ് പ്രതിയായി എന്ന് ആലോചിക്കുമ്പോൾ, എന്തുകൊണ്ട് ഉസ്താദ് അതിൽ പ്രതിയായി എന്ന് ചിന്തിക്കുമ്പോൾ ആ സാഹചര്യങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെക്കുറിച്ചും പരാമർശിക്കേണ്ടി വരും. അത്രേ ഉസ്താദ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ആരെയും വ്യക്തിപരമായിട്ട് വേദനിക്കാനോ ആക്ഷേപിക്കാനോ ഒന്നും ഉസ്താദ് ശ്രമിച്ചിട്ടില്ല. കാന്തപുരം ഉസ്താദിന് ആ കേസിൽ പ്രതിയാക്കിയത് കൊണ്ടാണ്, അത് തുറന്നെഴുതിയത് കൊണ്ടാണ് കമാൽ പാഷ പറയുന്നത് ഉസ്താദിന് സ്റ്റാൻഡേർഡ് ഇല്ല, അതല്ലെങ്കിൽ ഉസ്താദ് പറയുന്നത് വൃത്തികെട്ടതാണെന്നൊക്കെ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ കമാൽ പാഷ ഈ ചാനലുകാർക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പരസ്പര വിരുദ്ധമായിട്ടുള്ളതാണ്. വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ആ അഭിമുഖം. യുക്തിക്ക് നിരക്കാത്ത നിരവധി കാര്യങ്ങൾ അതിലുണ്ട്. ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞ വൈരുദ്ധ്യങ്ങൾ ഓരോന്നും നമുക്ക് പരിശോധിച്ച് നോക്കാം. അദ്ദേഹം ഇങ്ങോട്ട് വന്ന് എന്നെ കണ്ട് വളരെ അടുപ്പം സ്ഥാപിച്ച് അദ്ദേഹത്തിൻ്റെ ഇവിടെ കാക്കനാടുള്ള സ്ഥാപനത്തിലൊക്കെ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹത്തോടൊപ്പം ഒക്കെ അങ്ങനെ കഴിഞ്ഞതാണ്. പല പ്രാവശ്യമായിട്ട് പിന്നെ എന്നെ അവിടെ ആ സ്ഥാപനത്തിൽ ഒരുപാട് പ്രോഗ്രാംസിന് വീണ്ടും വീണ്ടും എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ആ സമയമില്ലാത്തതുകൊണ്ടും അതിന് താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ അങ്ങ് ഒഴിവാക്കുകയാണ് പതിവ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് അദ്ദേഹം വരുന്നുണ്ട്. അത് അദ്ദേഹത്തിനോടൊപ്പം ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്നും പറഞ്ഞ് 2 ദിവസം മുമ്പ് എന്നെ ഒരാളെ കൊണ്ട് വിളിപ്പിച്ചാണ്. ഇതുപോലെ ഈ ചതുവും കാണിച്ച് വെച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇദ്ദേഹം പറയുന്നത് കാന്തപുരം ഉസ്താദ് നേരിട്ട് വന്ന് മനഃപൂർവ്വം ഒരു ബന്ധമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ കാക്കനാടുള്ള ഒരു സ്ഥാപനത്തിലേക്ക് തന്നെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചു. താൻ അതിൽ പങ്കെടുത്തു. പിന്നീട് പല പ്രാവശ്യം അതിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒഴിവ് കഴിവ് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ചെയ്തത് എന്നൊക്കെയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഈ കാക്കനാടുള്ള സ്ഥാപനം ഒരിക്കലും കാന്തപുരം ഉസ്താദ് നടത്തുന്ന സ്ഥാപനമല്ല, AP വിഭാഗത്തിൽ പെട്ട ഒരു സ്ഥാപനമാണ് എന്നുള്ളൂ. അത് മറ്റു പലരുമാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥാപനം നടത്തുന്ന അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ കമാൽ പാഷയെ ക്ഷണിച്ചു, പരിപാടിയിൽ പങ്കെടുത്തു എന്നേ ഉള്ളൂ. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ AP വിഭാഗത്തിൻ്റെ നിരവധി സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനത്തിലേക്കൊക്കെ അതിഥികളെ ക്ഷണിക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. അതല്ലാതെ AP ഉസ്താദ് നേരിട്ടല്ല അവിടേക്കൊന്നും അതിഥികളെ ക്ഷണിക്കുന്നത്. മർക്കസിൽ നടക്കുന്ന പരിപാടിയിലേക്ക് പോലും ചിലപ്പോൾ AP ഉസ്താദ് തന്നെ ആയിരിക്കണമെന്നില്ല പരിപാടിയിലേക്ക് അതിഥികളെ ക്ഷണിക്കുന്നത്. പിന്നെയാണ് ഈ കാക്കനാട്ടുള്ള ഈ സ്ഥാപനത്തിലെ പരിപാടിയിലേക്ക് ഇദ്ദേഹത്തെ AP ഉസ്താദ് നേരിട്ട് ക്ഷണിച്ചു എന്ന് പറയുന്നത്. അത് എത്രത്തോളം വസ്തുതാപരമാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അങ്ങനെ ഈ AP വിഭാഗത്തിൻ്റെ മുഴുവൻ സ്ഥാപനങ്ങളിലേക്കും AP ഉസ്താദ് അതിഥികളെ ക്ഷണിക്കാൻ നിന്നാൽ അത് സംഭവിക്കുന്ന കാര്യമാണോ? തികച്ചും അസംഭവ്യമായ ഒരു കാര്യമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നു, ഇങ്ങനെ ഒരു ചതി ചെയ്തു വെച്ചിട്ടാണ് എന്നെ ആ സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുന്നത് എന്ന്. എന്ത് ചതിയാണ് ചെയ്തിട്ടുള്ളത്? അന്നത്തെ കേസുമായി ബന്ധപ്പെട്ട കാര്യം, അത് തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ആ വസ്തുത AP ഉസ്താദ് ആ പുസ്തകത്തിൽ എഴുതി വെച്ചു. ഈ കാക്കനാടുള്ള സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളെ ഇദ്ദേഹത്തെ ക്ഷണിച്ച ആൾ ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല, ഒന്ന് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്താണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളതെന്ന് ഒരിക്കലും അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് ചതി ചെയ്തു വെച്ചിട്ടാണ് ഇങ്ങനെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നതെന്നൊക്കെ പറയുന്നത്? ഇനി പണ്ടുകാലം AP ഉസ്താദിനെ ഇതിൽ പ്രതിയാക്കി ഒരു ഉപദ്രവം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും ജീവിതകാലം മുഴുവൻ ഇദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന് പറയുന്നത് അത് എത്രത്തോളം നമ്മുടെ ബുദ്ധിക്ക് യോജിക്കും? ഉസ്താദിനെ ഉപദ്രവിച്ച ഒരുപാട് ആളുകളെ ഉസ്താദ് പരിഗണിച്ചിട്ടുണ്ട്, ഉസ്താദ് മാപ്പ് കൊടുത്തിട്ടുണ്ട്, ഉസ്താദിൻ്റെ സാമീപ്യം ആഗ്രഹിച്ച് അവരൊക്കെ വന്നിട്ടുണ്ട്. പല പരിപാടികളിലും അവരുമായി ഉസ്താദ് വേദി പങ്കിട്ടിട്ടുണ്ട്. അതല്ലാതെ ഉസ്താദിനെ ആരെങ്കിലും ഉപദ്രവിച്ചാലോ പരിഹസിച്ചാലോ ഒന്നും ജീവിതകാലം മുഴുവൻ പിന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു പതിവൊന്നും ഉസ്താദിനില്ല. അത് ഇദ്ദേഹത്തിന് ഉസ്താദിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, നോളജ് സിറ്റിയിൽ ഒരു ലോ കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ലോ കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പോലും ഇദ്ദേഹത്തിന് അറിയില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക്, അവിടെ മർക്കസിലേക്ക് തന്നെ പല പ്രാവശ്യം ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ, സാമ്പത്തിക ആരോപണങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് ഒരു കോളേജ്, ഏതാണ്ട് ലോ കോളേജ് ഏതാണ്ട് ഈ സുൽത്താൻ ബത്തേരി പോകുന്ന വഴിക്കോ എവിടെ, ആ വയനാട്ടിൽ ആ ഭാഗത്ത് എവിടെ ഉണ്ട്, അടിമാലി എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി. അത് അവിടേക്കും എന്നെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളുള്ളതുകൊണ്ട് ഞാൻ അനങ്ങാതെ, ഞാൻ അതൊന്നും പറയാൻ പോയില്ല. എനിക്ക് സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവൊഴിവ് പറഞ്ഞ് ഞാൻ മാറിയിട്ടേ ഉള്ളൂ. ഞാൻ പോയിട്ടില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ കാര്യം, എൻ്റെ കാര്യമല്ല. ഇദ്ദേഹം ഒരു ജഡ്ജിയായിരുന്ന ആളല്ലേ? കേരളത്തിൽ എവിടേക്ക് ലോ കോളേജ് ഉണ്ട് എന്ന് പോലും ഇദ്ദേഹത്തിന് അറിയില്ലേ? ഈ നോളജ് സിറ്റി എന്നത് എത്ര വലിയ പരിപാടികൾ നടന്ന സ്ഥലമാണ്. എത്ര മന്ത്രിമാരും രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ വരെ അവിടെ വന്നിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്. എത്ര പരിപാടികൾ അവിടെ നടന്നിട്ടുണ്ട്, എത്ര വക്കീലന്മാർ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ സ്ഥാപനത്തെക്കുറിച്ച് അറിയാത്ത രീതിയിലുള്ള ഇദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വെറും കാപ്പട്യമാണെന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. പച്ചക്കളവുകളാണ് ഇദ്ദേഹം പറയുന്നതെന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. പിന്നെ ആ സ്ഥാപനത്തിന് നേരെ സാമ്പത്തിക ആരോപണം ഉണ്ടായതുകൊണ്ടാണ്, ഗൗരവമേറിയ ആരോപണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് താൻ അവിടെ പോവാത്തത്, അവിടെ പങ്കെടുക്കാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആരോപണം ഉണ്ടാവുന്ന ആളുകളുമായി ഒരു ബന്ധം സ്ഥാപിക്കില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏത് മന്ത്രിമാരെ കുറിച്ചാണ് ഇദ്ദേഹത്തിന് ബന്ധം സ്ഥാപിക്കാൻ പറ്റുക? ഇനി കേരളത്തിലെ എന്നല്ല, ഇദ്ദേഹത്തിന് കോടതിയിൽ പോകാൻ പറ്റുമോ? ഈ കോടതിയെക്കുറിച്ച് എന്തൊക്കെ ആരോപണങ്ങൾ വരുന്നുണ്ട്, ജഡ്ജിമാരെ കുറിച്ച് എന്തൊക്കെ ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കാൻ ഇയാൾക്ക് പറ്റുമോ? ആരോപണങ്ങൾ വരുന്ന ആളുകളൊക്കെ മാറ്റി നിർത്തുകയാണ്, അത് ഈ സ്ഥാപനങ്ങളെ മാറ്റി നിർത്തുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇദ്ദേഹത്തിന് കേവലം ആരോപണം മാത്രം മതി, അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കണമെന്നില്ല, ആ കാര്യവുമായി ഒരു നിലപാടെടുക്കാൻ എന്ന് നമുക്കിത് ഇന്ന് വ്യക്തമാകുന്നുണ്ട്. ഏത് വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളും ഇദ്ദേഹം അത് ഒരു കുറ്റകൃത്യമായിട്ട് വിശ്വസിച്ച് നിലപാടെടുക്കുന്ന ആളാണെന്നൊക്കെ നമുക്കിത് വ്യക്തമാകുന്നത്. ഇദ്ദേഹത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പരസ്പര വിരുദ്ധമായ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഓരോന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ CBI ജഡ്ജിയായിരുന്നപ്പോഴാണ് ഈ കേസ് എൻ്റെ മുമ്പിൽ വരുന്നത്, ചേകന്നൂർ മൗലവി മർഡർ കേസ് വരുന്നത്. അപ്പോൾ അതിൽ ആ ഒന്നാം സാക്ഷിയായിട്ട് വിസ്തരിച്ച ചേകന്നൂരിൻ്റെ ഭാര്യ, അവർ ഒരുപാട് അലിഗേഷൻ ഈ കാന്തപുരം മൗലവിയെക്കുറിച്ച് പറഞ്ഞു, മുസ്ലിയാരെക്കുറിച്ച് പറഞ്ഞു. അവസാനം ഇത്രയും വലിയ അലിഗേഷൻസൊക്കെ വന്നപ്പോൾ ഞാൻ വേറെ ഒരു സാക്ഷി വിസ്തരിച്ചപ്പോഴും ഇത് തന്നെ പറയുന്നു. അപ്പോൾ ഞാൻ 319 വകുപ്പ് അനുസരിച്ച് അദ്ദേഹത്തിനെ പ്രതിയാക്കി. അത് ശരിയായ ഒരു ഉത്തരവായിരുന്നു. ആ പ്രതിയാക്കിയത് വളരെ നല്ല ഒരു ഉത്തരവാണ് പാസ്സാക്കിയത്. നിയമാനുസരണം വളരെ ശരിയുമാണ്, കറക്റ്റാണ്. ഒരിക്കലും എൻ്റെ ഉത്തരവുകൾ ശരി എന്ന് ഞാൻ സ്ഥാപിക്കാൻ പാടില്ലാത്തതാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. കറക്റ്റായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തെളിവെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ശിക്ഷിക്കാനുള്ള തെളിവൊന്നും അല്ലത്. ഈ ചേകന്നൂരിൻ്റെ ഭാര്യയുടെ മൊഴിയാണ് ഈ പറഞ്ഞത്, വേറെ ഒരു സാക്ഷിയുടെ മൊഴി.
അതല്ലാതെ എനിക്ക് ഇത് ശരിയാണെന്നോ സത്യമാണെന്നോ എനിക്ക് അറിയേണ്ട സ്റ്റേജ് അതല്ല. പക്ഷേ അദ്ദേഹത്തിനെതിരെ അല്ലാതെ വേറെ തെളിവൊന്നുമില്ല, ഈ ആരോപണങ്ങളേ ഉള്ളൂ. അന്നുള്ളത് തെളിവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങൾ തെളിവാകണമെന്നുണ്ടെങ്കിൽ ക്രോസ് വിസ്താരമൊക്കെ നടത്തി, അതായത് വിചാരണയിലേ മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഇത് ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ സത്യമെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല, കാരണം അത് എൻ്റെ വിഷയമല്ല. അത് തെളിവെന്ന് പറയാൻ ഒക്കത്തില്ല, കാരണം അത് ക്രോസ് എക്സാമിനേഷൻ കഴിഞ്ഞാലേ അത് തെളിവായിട്ട് മാറുള്ളൂ. അതുവരെ അത് ആരോപണങ്ങളേ ആവുള്ളൂ. ആ ആരോപണങ്ങളാണ് എൻ്റെ കോടതിയിലെ ആരോപണങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രതിയാക്കിയത്, അല്ലാതെ അത് സത്യമാണെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. കറക്റ്റായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ചേകന്നൂർ കേസിൽ ഇദ്ദേഹം ആദ്യം പറയുന്നത് കൃത്യമായ തെളിവുണ്ട് എന്ന് പറയുന്നു, പിന്നെ പറയുന്നു അതിന് കൃത്യമായ തെളിവുകളൊന്നുമില്ല, ആരോപണങ്ങൾ മാത്രമാണെന്ന് പറയുന്നു. തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഈ ആരോപണങ്ങൾ സത്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്ത് മാനദണ്ഡത്തിലാണ് കാന്തപുരം ഉസ്താദിനെ ഇയാൾ പ്രതി ചേർത്തത് എന്ന് മാത്രം വ്യക്തമല്ല. അതുകൊണ്ടായിരിക്കുമല്ലോ മേൽക്കോടതി കാന്തപുരം ഉസ്താദിന് കുറ്റവിമുക്തനാക്കിയത്. കേവലം ആരോപണങ്ങൾ കൊണ്ട് മാത്രം ഒരാളെ പ്രതിയാക്കാൻ സാധിക്കുമോ? അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ ഒരാളൊരു ആരോപണം പറയുമ്പോഴേക്കും ഒരാളെ പ്രതിയാക്കാൻ പറ്റുമോ എന്നൊന്നും ഇയാൾക്ക് അറിയില്ലേ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും കാന്തപുരം ഉസ്താദിനെ കുറ്റവിമുക്തനാക്കിയപ്പോൾ ആ തീരുമാനം ശരിയല്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഹൈക്കോടതിയെയും സുപ്രീം കോടതിയും ഇയാൾ വിമർശിക്കുകയാണ്. അവരെടുത്ത ആ നിലപാട് ശരിയല്ല, താനെടുത്ത നിലപാടാണ് ശരിയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആദ്യം ആ കേസിൻ്റെ വാർത്ത നമുക്കൊന്ന് നോക്കാം. എന്തായിരുന്നു ആ കേസിൻ്റെ അന്നത്തെ സ്റ്റാറ്റസ്, അതൊന്ന് നമുക്ക് നോക്കാം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ CBI കോടതി ഇക്കാര്യത്തിൽ 10ാം പ്രതിയാക്കിയിരുന്നതാണ്. വലിയ അലിഗേഷൻ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആസൂത്രണമാണ് ഇതിന് പിന്നിലുള്ളത് എന്നും മറ്റുമുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. പക്ഷേ ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും അദ്ദേഹത്തെ തെളിവുകളില്ലാത്തതിൻ്റെ പേരിൽ കുറ്റവിമുക്തനാക്കുകയാണ് ഉണ്ടായത്. AP അബൂബക്കർ മുസ്ലിയാരെ 1ാം പ്രതി PV ഹംസയെ ഹൈക്കോടതി ഇന്ന് വെറുതെ വിട്ടുവെന്നതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനമായൊരു ഡെവലപ്മെൻറ്റ്. കോർപ്പസ് ഡെലിക്റ്റി എന്ന സിദ്ധാന്ത പ്രകാരമാണ് ഹൈക്കോടതിയുടെ ഈ വിധി. അപ്പം ഇതായിരുന്നു ആ കേസിൻ്റെ അന്നത്തെ സ്റ്റാറ്റസ്. ഇദ്ദേഹം പ്രതി ചേർത്തെങ്കിലും പിന്നീട് ആ കേസുമായി വിചാരണയ്ക്ക് പോവാതെ മേൽക്കോടതികളിൽ അപ്പീൽ തേടിയപ്പോൾ ഇദ്ദേഹം പ്രതിയാക്കിയത് തീരെ ശരിയായില്ല എന്ന നിലപാടിലാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ എത്തിയത്. അതുകൊണ്ടാണ് കാന്തപുരം ഉസ്താദിനെ കുറ്റവിമുക്തനാക്കിയത്. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് അത് കോടതിയുടെ നിലപാട് തെറ്റായിരുന്നു, കാരണം ഒരാളെ പ്രതി ചേർക്കണമെങ്കിൽ ആരോപണങ്ങൾ മതി, പിന്നീട് വിചാരണ സമയത്താണ് ആ ആരോപണങ്ങൾ ശരിയാണോ എന്ന് തീരുമാനിക്കുന്നത്, വിചാരണ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്നൊക്കെ. അപ്പം ഞാൻ 319 വകുപ്പ് അനുസരിച്ച് അദ്ദേഹത്തിനെ പ്രതിയാക്കി. അത് ശരിയായ ഒരു ഉത്തരവായിരുന്നു ആ പ്രതിയാക്കിയത്, വളരെ നല്ല ഒരു ഉത്തരവാണ്. അത് അദ്ദേഹം ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തു. അപ്പോൾ അന്ന് അത് ബാക്കി ഞാൻ ജഡ്ജിയെക്കുറിച്ചൊന്നും പറയുന്നില്ല ആരാണെന്നൊന്നും. അന്ന് ഇരുന്നൊരു ഹൈക്കോടതി ജഡ്ജി വളരെ വികലമായ ഒരു ഉത്തരവ്, അതായത് അത് തെറ്റാണ്, അതായത് ആ നിയമവശം ശരിയായിട്ട് മനസ്സിലാക്കാതുള്ള ഒരു ഓർഡറാണ് അത് എഴുതിയിട്ട് എൻ്റെ ഉത്തരവിനെ അസ്ഥിരപ്പെടുത്തി. എനിക്കത് പ്രശ്നമൊന്നുമില്ല, കാരണം ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു, അതിൻ്റെ മേളിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല, അതിന് വേണ്ടി വല്ല നടപടി ഉണ്ടായോന്നും എനിക്കറിയില്ല. പക്ഷേ ആ ഉത്തരവിനകത്ത് ഇതുപോലെ കമാൽ പാഷ എന്ന് പറയുന്ന സീനിയറായിട്ടുള്ള ഒരു സ്പെഷ്യൽ ജഡ്ജി ഇങ്ങനെ എന്ന് പറഞ്ഞ് എൻ്റെ പേരെടുത്ത്, ഒരിക്കലും പറയാറില്ല, മനഃപൂർവ്വമാണ് എൻ്റെ പേരെടുത്ത് പറഞ്ഞു, എന്നെ ആക്ഷേപിക്കാനാണെന്ന് എനിക്കറിയാം. എന്നിട്ട് ഈ ഹൈക്കോടതിയുടെ വിധി ഉണ്ടല്ലോ, അത് ശരിയല്ലാത്ത വിധിയാണ്, തെറ്റാണ്. ഹൈക്കോടതി പറഞ്ഞത് ഇദ്ദേഹത്തിന് ഈ സാക്ഷികളെ ക്രോസ് വിസ്തരിക്കാനുള്ള അവസരം കൊടുത്തില്ല, അതിന് മുമ്പ് പ്രതിയാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ വിധി, ഈ ഓർഡർ ഞാനൊന്നും അനങ്ങാൻ പോയില്ല. പക്ഷെ അതിന് ഇദ്ദേഹം പറയുന്നത് തികച്ചും ഒരു ജഡ്ജിയാണെന്നൊരു ബോധവും ഇല്ലാതെയാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു ആരോപണത്തിൻ്റെ മേൽ ഒരാളെ പ്രതിയാക്കണമെങ്കിൽ അവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് തെളിയണ്ടേ? ഇതൊരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന് പോലും തെളിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ആരോപണത്തിൻ്റെ മേൽ ഒരാളെ പ്രതിയാക്കുക? ഉസ്താദ് ഒരുപാട് അഡ്വക്കേറ്റുമാരെ വളർത്തുന്നുണ്ടെന്നുള്ള കാര്യം ഇയാൾക്ക് ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ അഭിമുഖത്തിൽ വരുന്നത്. പിന്നെ ഇയാൾ പറയുന്നുണ്ട്, ഇനി ഈ ആരോപണത്തിൽ കഴമ്പില്ല, അത് വസ്തുതാവിരുദ്ധമാണെന്ന് ഉസ്താദിന് തോന്നിയാൽ ആ കേസുമായി മുന്നോട്ട് പോയിട്ട് അതിൻ്റെ വിചാരണ നേരിട്ടിട്ട് പിന്നീട് നിരപരാധിയാണെങ്കിൽ ആ കേസിൽ നിന്നും ഇറങ്ങിപ്പോന്നാൽ മതിയല്ലോ, അല്ലാതെ മേൽക്കോടതിയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ഇയാൾ പറയുന്നത്. അദ്ദേഹത്തിന് ആരോപണങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ കള്ളമാണെന്ന് ആരുന്നുണ്ടെങ്കിൽ അത് ക്രോസ് എക്സാമിനേഷനൊക്കെ നടത്തി, ആ വിചാരണ നേരിട്ടിരുന്നെങ്കിൽ ക്രോസ് എക്സാമിനേഷൻ നടത്തി അതിൽ നിന്ന് മുക്തനാവാമായിരുന്നു. അത് ചെയ്തില്ല. പിന്നെ അങ്ങ് ശല്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഒഴിവാക്കാതിരിക്കാൻ വേറെ മാർഗ്ഗമില്ല. അല്ലേ എനിക്ക് വീണ്ടും വീണ്ടും കേസ് കൊടുക്കും എൻ്റെ പേര്. ഇവിടെ ആർക്കും വേണമെങ്കിലും ആരുടെ പേരിലും കേസ് കൊടുക്കാമല്ലോ. കേസ് കൊടുത്താൽ ഈ കേസിനകത്ത് പ്രതിയാക്കപ്പെട്ടവൻ പുറകെ നടക്കണ്ടേ? ഇതിൻ്റെ പുറകെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് എനിക്കൊരു വളരെ മുതിർന്ന ഒരു ജഡ്ജി, കാരണം എനിക്ക് അത്രയും ബന്ധമുള്ള ഒരാളാണ്, അദ്ദേഹം പറഞ്ഞു, കമാൽ പാഷ എന്തിനാണ് ഇത് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്, ഇത് എത്ര നാട് എന്തിനാണ് ഇത് കാണുന്ന കേസെല്ലാം പിടിച്ചു വെക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, ഞാൻ അങ്ങ് എഴുതി കൊടുത്തു, ഇതങ്ങ് മാറ്റിയേക്കാം എന്നത്. അതോടുകൂടി രക്ഷപ്പെട്ടു വരും. ഇതാണ് സംഭവം.
പിന്നെ അത് മാത്രമല്ല, പിന്നെ ഞാൻ ഈ കേസ് അവസാനം ഒഴിവാക്കേണ്ടതായിട്ട് വന്നു എൻ്റെ മുമ്പിൽ നിന്ന്. ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന ഒരു കേസും ഞാൻ അവോയ്ഡ് ചെയ്യാറില്ല. ഇത് ഞാൻ ഹൈക്കോടതിയിൽ എഴുതേണ്ടതായിട്ട് വന്നു എൻ്റെ മുമ്പിൽ നിന്ന് ഇതൊന്ന് മാറ്റണമെന്ന്. കാരണം എനിക്കങ്ങോട്ട് ശല്യം തുടങ്ങി. എൻ്റെ മുമ്പിൽ നിന്ന് കേസ് മാറണം, ഞാനിത് എടുക്കരുത് ഈ കേസ്. അതിനുവേണ്ടി മാത്രമാണ് അതിനകത്ത് അയാൾ വിജയിച്ചു എന്നുള്ളത് ശരിയാണ്. പിന്നെ അങ്ങ് ശല്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഒഴിവാക്കാതിരിക്കാൻ വേറെ മാർഗ്ഗമില്ല. അല്ലേ എനിക്ക് വീണ്ടും കേസ് കൊടുക്കും എൻ്റെ പേര്. ഇവിടെ ആർക്കും വേണമെങ്കിലും ആരുടെ പേരിലും കേസ് കൊടുക്കാമല്ലോ. കേസ് കൊടുത്താൽ ഈ കേസിനകത്ത് പ്രതിയാക്കപ്പെട്ടവൻ പുറകെ നടക്കണ്ടേ, ഇതിൻ്റെ വേണമല്ലോ. പക്ഷെ ഇയാളെന്താ ചെയ്തത്? കമാൽ പാഷ കമാലിയ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തപ്പോൾ അദ്ദേഹം ആ കേസിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് വേഗം ചെയ്ത എന്താണ്, ഈ ചേകന്നൂർ കേസിൽ ഇയാളുടെ ബന്ധം അവിടെ ഒഴിവാക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തു എന്നുള്ളതാണ്. ഈ ചേകന്നൂർ കേസിൽ ഇയാളെ അതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് അപേക്ഷിച്ചു എന്നാണ് ഇയാൾ തന്നെ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഈ കമാലിയ ട്രസ്റ്റിൻ്റെ പേരിൽ ഇയാൾക്കെതിരെ കേസ് കൊടുത്തതിന് വേണ്ടി. അപ്പോൾ ഇയാൾ സത്യസന്ധമാണെങ്കിൽ ആ കേസുമായി മുന്നോട്ട് പോയി അതിന് വിചാരണ നടത്തി നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന് ഊരിപ്പോരാമായിരുന്നല്ലോ, അദ്ദേഹത്തിന് കുറ്റവിമുക്തനായി ഇറങ്ങിപ്പോരാമായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ട് ആ കേസുമായി മുന്നോട്ട് പോയില്ല? അപ്പോൾ അതോടെ ശല്യമായി ഇയാൾക്ക്. അതിൽ ആ കേസിൻ്റെ പിന്നാലെ നടക്കാൻ അയാൾക്ക് വയ്യ. അതുകൊണ്ട് ഈ ചേകന്നൂർ കേസ് അദ്ദേഹം അതിൽ നിന്നും മെല്ലെ തടി ഊരിപ്പോന്നു. അതാണ് അയാൾ ചെയ്തത്. അപ്പോൾ അയാൾക്ക് അങ്ങനെ എന്ത് ചെയ്യുക, കേസുമായി വിചാരണയ്ക്ക് പോവാതെ തടി ഊരിപ്പോരാം. കാന്തപുരം ഉസ്താദിന് എന്താ അത് ചെയ്യാൻ പാടില്ല. കാന്തപുരം ഉസ്താദിന് കേസുമായി വിചാരണമായി മുന്നോട്ട് പോകണം. കാന്തപുരം ഉസ്താദ് വെറുതെ ഇരിക്കുകയാണല്ലോ ഇവിടെ, അപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോകണം. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവല്ലോ എന്തുകൊണ്ടാണ് കാന്തപുരം ഉസ്താദ് ഈ കേസുമായി മുന്നോട്ട് പോവാതെ നേരെ ഹൈക്കോടതിയിൽ പോയത്, നേരെ സുപ്രീം കോടതിയിൽ പോയതെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അവിടെ നിന്നും വളരെ പെട്ടെന്ന് തന്നെ വിധി വന്നു ചെയ്തു. അപ്പോൾ ഉസ്താദിന് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാനോ വിചാരണമായിട്ട് ഇങ്ങനെ അതുമായി മുന്നോട്ട് പോകാൻ ഉസ്താദിന് നേരല്ല. ഉസ്താദിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. അത് ഈ വിശ്വാസപൂർവ്വം വായിച്ചാൽ തന്നെ ബോധ്യപ്പെടും ഉസ്താദിന് നേരമുണ്ടോ ഇല്ലേ എന്നുള്ളത്. പിന്നെ ഇയാൾ പറയുന്നു കാന്തപുരം ഉസ്താദൊക്കെ വലിയ ആളല്ലേ, വലിയ ആളുകളെയൊന്നും നമ്മുടെ നാട്ടിലെ നിയമത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, അതൊക്കെ പാവങ്ങൾക്കുള്ളതാണ് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ആ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇത് വലിയ ആളല്ലേ, അത് കാരണം നമുക്ക് വലിയ ആളിനെതിരെ ഒന്നും നമുക്ക് നിയമം പാടില്ല ഇവിടെ നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ പാവങ്ങൾക്കൊക്കെ ഉള്ളതാണ് ഈ നിയമം എന്നൊക്കെ പറയുന്നത്, അല്ല പണക്കാർക്കുള്ളതല്ല, കാശുള്ളവർക്കല്ല, പിടിപാടുള്ളവർക്കും അല്ല. എനിക്ക് ഈ കാന്തപുരം മുസ്ലിയാരെന്ന് പറയുന്നത് ആരുമല്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും ഞാൻ പറയാനുള്ള കാര്യം ആരെക്കുറിച്ചായാലും പറയും. പിന്നെയാണോ കാന്തപുരം? ഇവരൊക്കെ വളരെ വലിയ പണമുള്ളവരാണ്. അവർക്ക് ഈ വ്യവസ്ഥയെ എങ്ങനെ വേണമെങ്കിലും തോൽപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് പിടിച്ചാൽ നിൽക്കത്തില്ല, വലിയ പാടാണ്. എനിക്ക് ഈ കാന്തപുരം മുസ്ലിയാരെന്ന് പറയുന്നത് ആരുമല്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ കൂടെ ഇയാൾ പറയുന്നത് കാന്തപുരം ഒന്നും എനിക്ക് ആരുമില്ല, ഇനി മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി തന്നെ ആയാലും എനിക്കൊരു വിഷയവുമില്ല, ഞാൻ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന അർത്ഥത്തിൽ. എന്നിട്ട് എന്താ സംഭവിച്ച്? ഇയാൾ ശക്തമായിട്ട് മുന്നോട്ട് പോയില്ല. ഈ ഒരു കേസ് വന്നപ്പോഴേക്കും അയാൾ ആ കേസിൽ നിന്ന് തടിയൂരി. ഇയാൾ തന്നെ പറയുന്നുണ്ട് അവരൊക്കെ വലിയ ആളുകളല്ലേ, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ഇയാൾ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് തൊട്ടപ്പുറത്ത് ഇയാൾ തന്നെ പറയുന്നു എനിക്ക് കാന്തപുരം ഒന്നും പ്രധാനമന്ത്രി വരെ എനിക്ക് ആരുമില്ല എന്ന്. കാന്തപുരം ഉസ്താദിനെ പോലെ സ്വാധീനമുള്ള ആളുകൾക്കൊന്നും ഇവിടുത്തെ നിയമത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ തലവനുമായ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ്. അദ്ദേഹത്തിനെതിരെ ഒരു തെളിവുമില്ല, ഒരു കൂറുമാറിയ സാക്ഷിയുടെ മൊഴി മാത്രമാണുള്ളത്, അല്ലാതെ വേറെ ഒരു തെളിവില്ല. അദ്ദേഹം ജയിലിലാണ്. അദ്ദേഹം എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഒരു പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ്, ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടിയുടെ തന്നെ വലിയ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. അത്രക്കും സ്വാധീനമൊന്നും കാന്തപുരം ഉസ്താദ് എന്തായാലും ഉണ്ടാവില്ലല്ലോ. ആ അരവിന്ദ് കെജ്രിവാൾ വരെ ഒരു തെളിവില്ലാതെ ജയിലിൽ കിടക്കുന്ന ഈ രാജ്യത്ത് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പോലെ ഒരു ജഡ്ജിക്ക് കാന്തപുരം ഉസ്താദിനെ ജയിലിലടക്കാൻ സാധിച്ചില്ല? അപ്പോൾ ഇയാൾ പറയുന്നത് കാന്തപുരം ഉസ്താദ് സ്വാധീനം ഉപയോഗിച്ച് അതിൽ നിന്ന് ഊരിപ്പോന്നു എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്താ ഇയാൾ പറയുന്നത്? ഹൈക്കോടതിയെ സ്വാധീനിക്കാൻ മാത്രം, അതല്ലെങ്കിൽ സുപ്രീം കോടതിയെ സ്വാധീനിക്കാൻ മാത്രം കാന്തപുരം ഉസ്താദിന് കഴിയുമോ? അങ്ങനെ കാന്തപുരം ഉസ്താദ് ചെയ്യുമോ? എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് പറയുന്നത്? നമ്മുടെ നാട്ടിലെ നിയമത്തെയും നമ്മുടെ നാട്ടിലെ കോടതികളെയും അല്ലേ ഇയാൾ പരിഹസിക്കുന്നത്, ആക്ഷേപിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ ഈ നിയമവ്യവസ്ഥയെ തരം താഴ്ത്തുകയല്ലേ ഇയാൾ ചെയ്യുന്നത്? അതും ഒരു മുൻ ജഡ്ജിയായിരുന്ന ഒരു വ്യക്തി. എത്രത്തോളം അപകടകരമായിട്ടുള്ള പ്രസ്താവനകളാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അഭിമുഖം കണ്ടാൽ ആർക്കും അറിയാം ഇയാൾ പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നതെന്ന്. കാന്തപുരം ഉസ്താദ് വലിയ ആളാണ്, എനിക്ക് പിടിച്ചാൽ നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ തന്നെ പറയുന്നു കാന്തപുരം ഉസ്താദ് എനിക്കൊന്നും ആരുമല്ല, പ്രധാനമന്ത്രി വരെ എനിക്കൊരു വിഷയമല്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് പിന്നെ ആ കേസിൽ നിന്നും തടി ഊരാൻ വേണ്ടി ഈ കേസ് ഒഴിവാക്കി കൊടുത്തത് എന്നൊക്കെ ഇയാൾ വ്യക്തമാക്കേണ്ടതല്ലേ? അത്ര സത്യസന്ധമായിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളാണെങ്കിൽ കമാലിയ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കേസും ഇയാൾ നേരിട്ട് വിചാരണയുമായി മുന്നോട്ട് പോകണം. ഈ കേസിൽ കാന്തപുരം ഉസ്താദിനെ പ്രതിയാക്കിയ നിലപാട് സത്യമാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകണം, അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പാടില്ല. അതായിരുന്നു ഇയാൾ ചെയ്യേണ്ടിയിരുന്നത്.
പക്ഷെ ഇയാൾക്കറിയാം അത് വസ്തുതാപരമായിട്ട് യാതൊന്നുമില്ല എന്നുള്ളത് ഇയാൾക്കറിയാം. അതുകൊണ്ട് തടി ഊരി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇയാൾ പറയുന്നു ചേകന്നൂർ മൗലവിയെ കൊന്നവൻ ഷഹീദാകുമെന്നാണ് കാന്തപുരം ഉസ്താദിൻ്റെ പ്രസ്താവന. അങ്ങനെയാണ് ഇദ്ദേഹം കേട്ടത്, ഇദ്ദേഹം വിശ്വസിക്കുന്ന അങ്ങനെയാണ്. ചേകന്നൂരിനെ കൊല്ലുന്നവൻ ഷഹീദാകും എന്നുള്ള ഒരു എക്സോർട്ടേഷൻ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് അതിനകത്ത് പറയുന്നത്. ഞാൻ കേട്ടിട്ടൊന്നുമില്ല. എത്ര വിഡ്ഢിത്തമാണ് പറയുന്നത്. ഇസ്ലാമിൽ ഷഹീദ് എന്ന പദവി കൊടുക്കുന്നത് മരണപ്പെട്ടവർക്കാണ്, കൊല്ലപ്പെട്ടവർക്കാണ്, അല്ലാതെ കൊന്നവനല്ല. ഇത് ഏത് മുസ്ലിമിനും അറിയാം. അതിന് പാണ്ഡിത്യം വേണമെന്നൊന്നുമില്ല. പക്ഷേ മുസ്ലിമാണ് എന്ന് വാദിക്കുന്ന ഇയാൾക്കറിയില്ല. അപ്പോൾ വലിയ പണ്ഡിതനായ കാന്തപുരം ഉസ്താദ് അത്തരമൊരു പ്രസ്താവന നടത്തുമോ എന്ന് ചിന്തിക്കാൻ പോലുമുള്ള ബുദ്ധി ഇയാൾക്കില്ലേ? ചേകന്നൂർ മൗലവിയെ കൊന്ന ആൾക്ക് എങ്ങനെയാണ് ഷഹീദിന്റെ പദവി ലഭിക്കുക? അത് ചിന്തിച്ച ഒരു മുസ്ലിമായ ഇദ്ദേഹത്തിന് മനസ്സിലാവൂലേ? ഇനി ബാക്കി പറയട്ടെ. ഇപ്പോൾ അത് റെക്കോർഡായിട്ട് എഴുതി വെച്ചേക്കല്ലേ, സാരമില്ല, അദ്ദേഹം എഴുതിക്കോട്ടെ. ഞാനും എഴുതുന്നുണ്ട് എൻ്റെ സർവീസ് സ്റ്റോറി. ഇത് ഞാൻ അതങ്ങ് ഒഴിവാക്കിയതാണ്. പക്ഷേ ഞാൻ ഇനി ഇപ്പോൾ കുറച്ച് സമയം എനിക്ക് 2 ദിവസം ചിലവാക്കണമെന്നുള്ളേ ഉള്ളൂ. അത് ഞാൻ വിശദമായിട്ട് ഞാൻ അതിലങ്ങ് എഴുതും. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, ഇനി ഞാൻ എൻ്റെ ആത്മകഥ എഴുതുന്നുണ്ട്, അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യം ഇതുവരെ എഴുതിയിട്ടില്ല. ഇനി ആ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അതിൽ എഴുതുമെന്ന് ഇയാൾ പറയുന്നുണ്ട്. എന്ത് വിശദാംശമാണ് എഴുതാനുള്ളത്? ഇദ്ദേഹം ഈ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എന്ത് കാര്യമാണുള്ളത്? ഈ അഭിമുഖത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല എന്ന കാര്യങ്ങളാണ്. അതിങ്ങനെ ഒരു 100 പ്രാവശ്യം എഴുതി വെക്കേണ്ടി വരും. അല്ലെങ്കിൽ AP ഉസ്താദിനെതിരെ വെറും ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ, അതിന് കൃത്യമായ തെളിവുകളില്ല, ആ ആരോപണങ്ങളുടെ നിജസ്ഥിതി എനിക്കറിയില്ല, അത് കളവാണോ സത്യമാണോ എന്ന് എനിക്കറിയില്ല, അതിങ്ങനെ എഴുതി വെക്കേണ്ടി വരും. അല്ലാതെ എന്ത് വിശദാംശങ്ങളാണ് ഇയാൾക്ക് എഴുതാനുള്ളത്? ഈ ഇപ്പോൾ വെളിപ്പെടുത്തിയതിന് അപ്പുറത്ത് വേറെ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അത് ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറയൂലേ? ഏതായാലും ആ പുസ്തകത്തിൽ, ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ആ കേസിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും എഴുതണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാലേ ഇദ്ദേഹത്തിൻ്റെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും വൈരുദ്ധ്യങ്ങളുമൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടൂ. അപ്പോൾ ആ കേസിൽ എന്തോ കളികൾ നടന്നിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. ഏതായാലും ഇത്തരം ഒരു വിവാദം വിശ്വാസപൂർവ്വത്തിൻ്റെ മേലെ ഉണ്ടായതുകൊണ്ട് പുറത്തിറക്കിയ കോപ്പികൾ മുഴുവൻ പെട്ടെന്ന് തന്നെ വിറ്റുപോയിട്ടുണ്ട്. ഇനി ഒരു കോപ്പി ബാക്കിയില്ല. മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത ഞങ്ങൾക്കൊന്നും അതിൻ്റെ കോപ്പി കിട്ടിയിട്ടില്ല. ഒരുപാട് പേര് ഇനിയും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്തിറക്കുന്ന പുസ്തകങ്ങളും തികയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വിശ്വാസപൂർവ്വം എന്ന് പറയുന്നത് കേവലം ഒരു മനുഷ്യൻ്റെ ജീവിതകഥ മാത്രമല്ല, ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആയിരക്കണക്കിന് സംഭവ വികാസങ്ങളുടെ ചരിത്രം കൂടിയാണ്, വസ്തുത കൂടിയാണ് വിശ്വാസപൂർവ്വത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവരും അല്ലാത്തവരുമായ ജനങ്ങൾ ആ പുസ്തകത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ആ വിശ്വാസപൂർവ്വം ഒന്ന് വാങ്ങിയിട്ട് അത് വായിക്കണം. തീർച്ചയായിട്ടും അത് വായിക്കണം. ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മാതൃക സ്വീകരിക്കാനുണ്ട്. ആ വിശ്വാസപൂർവ്വത്തിൻ്റെ മഹത്വവും സവിശേഷതയും മുഴുവൻ വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ പിന്നാലെ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് കാണണമെന്ന് അറിയിക്കുന്നു. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.